ലഹരി വസ്തുക്കൾ കൈകൊണ്ട് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അതോടെ നിങ്ങളുടെ ജീവിതം നശിച്ചു ഞാൻ പറയും. നിങ്ങൾ ഒരുകൂടി അറിഞ്ഞോ അറിയാതെയോ ഇതിൽ തൊട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾക്കും നിങ്ങൾ അതിനെ രക്ഷപ്പെടുത്താൻ പറ്റൂല. ചിലപ്പോൾ നിങ്ങൾ ട്രാപ്പിലാക്കും, ചിലപ്പോൾ നിങ്ങളോട് ഇത് അടിക്കട അടിപൊളിയായിരിക്കും എന്നൊക്കെ പറയും. എനിക്ക് പറയാനുള്ളത് എന്നേക്കും നമുക്ക് ലഹരി വേണ്ട, ആരാന്റെ പൈസ മതി അല്ലേ. കിങ്ങിണിക്കുട്ട നല്ല ഫോമില ലഹരി മുക്തമാക്കാൻ വേണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എടാ നാറി, കൊടുക്കാനുള്ള പൈസ കൊടുക്ക്. ഞാനതല്ല ആലോചിക്കണേ. ഇപ്പം പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കി, അതിൽ ഫോളോ ചെയ്യുന്ന കുറെ നാറികളെ ഞാൻ സമ്മതിച്ച് പോയിട്ടുണ്ട്. ഉള്ളത് പറയാലോ, ഒരു ട്രെയിലുള്ള ആൾക്കാരെ അവൻ പറ്റിച്ചു. എന്നിട്ടും അവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പാൽക്കുപ്പികളുണ്ടോ. നമിച്ചു മക്കളെ, നമിച്ചു. ഇവരെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നെ തെറി പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത്രക്ക് വലിയ ചെറ്റല്ലേ വൻ. ലഹരി വേണ്ട, നമുക്ക് ലഹരിയിൽ ഒരു വസ്തുക്കൾ നമുക്ക് വേണ്ട. നമ്മൾ ഹാപ്പി ആയിട്ട് പോവാം, നമ്മുടെ ലൈഫ് അടിപൊളിയാണ്, അത് എൻജോയ് ചെയ്യാം, നമ്മുടെ മാതാപിതാക്കളെ ഹാപ്പി ആക്കാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ ലൈഫിൽ നമ്മുടെ ഗോൾസ് ആൻഡ് ഡ്രീംസ് സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക. എന്തിനാ ഈ ലഹരി വസ്തുക്കളെ യൂസ് ചെയ്ത് ലൈഫ് സ്പോയിൽ ചെയ്യുന്നത്? ലൈഫ് ആയി ഒന്നല്ലോ. നമുക്ക് ലഹരി ഒന്നും വേണ്ട, ആരാന്റെ പൈസ തട്ടിയെടുക്കുക, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുക. ഇതാണ് കിങ്ങിണിക്കുട്ടന്റെ പുതിയ മോട്ടിവേഷൻ. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. കിങ്ങിണിക്കുട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ തട്ടിപ്പ്. പിന്നെ പറയുന്നുണ്ട് ലൈഫാണ്, ലൈഫിൽ ഒരുപാട് ഡ്രീംസ് അച്ചീവ് ചെയ്യാന്ന്. അവന്റെ ഡ്രീം എന്താ അറിയില്ലേ? അടുത്ത് ആരെ പറ്റിക്കണം എന്ന് നമ്മൾ ഡ്രീം ചെയ്യാം. കിങ്ങിണിക്കുട്ട